ഇന്നലെ 5 പെൺകുട്ടികൾ ഇവൻ ഉമ്മ കൊടുത്തു. അപ്പൊ നീ വിചാരിച്ചോ ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന്? കറങ്ങിത്തിരിച്ച് നമുക്ക് മനസ്സിലിങ്ങനെ ഓങ്ങി വെച്ചിരുന്നല്ലേ. നിങ്ങൾ എത്ര കറങ്ങിയാലും ലിച്ചി ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ തിരിക്കാൻ പോകും. പിന്നെ லிச்சி எடுத்து ஒரு அட்வைஸ் പറയണം. அம்மா கொஞ்சம் லாஜிக்கலா திங்க் பண்ணுமா, உங்க கூட டான்ஸ் ஆடினா மார்க்கெட் கம்மி ஆயிடும். இப்போ ஒரு இனாகரேஷனுக்கு 5 lakhs இல்லையா, 6 lakhs. ഇനി അവര് 10 ലക്ഷം കൊടുക്കും. കാര്യം കൂടെ 2 സൂപ്പർ സ്റ്റാറുകളാണ് അതല്ല ഏട്ടാ, എന്തുണ്ടായെന്നറിയോ, ഇന്നലെ ആക്ച്വലി നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തങ്കൂന് 5 മേട്ടി അങ്ങനെ എന്തെങ്കിലും 6 ഓ എന്തെങ്കിലും കൂടെ കൂട്ടിട്ടല്ലേ. തങ്കത്തല്ല കന്യാകുമാരി ടൂറിനോട് അപ്പൂമാർ. അപ്പോ ഈ ഒരു പെർഫോമൻസ് ലിച്ചിയുടെ കൂടെ എങ്ങാനും കളിച്ചിട്ട് ഇനിയിപ്പൊ ലിച്ചിയുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടിയാലോ എന്നുള്ളൊരു മനസ്സിലായിരിക്കും ഇവരുണ്ട്. അയ്യേ അങ്ങനെയൊന്നുമില്ല, നമ്മളല്ലേ ലിച്ചി. തങ്കത്തിന് 5 ഉമ്മ കിട്ടി, 5 എപ്പിസോഡിൽ പേയ്മെന്റ് വേണ്ടെന്ന്. ഒളിച്ചു നോക്കണ്ട, ഇങ്ങോട്ട് അടുത്തോട്ട് നോക്ക്, ബാ ദൂരെ ഒന്നും നോക്കണ്ട ലിച്ച്. തങ്കു ചിലപ്പോ 6 എന്നുള്ളത് 7 ആവും. ഡിങ്കന്റെ ഫിഗറിൽ പയ്യൻ ഇവിടെ നിന്നായിരുന്നല്ലോ, അവരോട് പോയി ഡാൻസ് ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് കണ്ടു. രണ്ടുപേരും എന്നെ ഒരുപക്ഷെ ശ്രദ്ധിച്ചാണില്ല എങ്കിൽ ഒരാൾ ഞാനാണ് ആകേണ്ടത്, ലാലേട്ടൻ ഞാനാണ് ആകേണ്ടത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ പാട്ടിന് നെടുപിടി വേണോ അപ്പക്കാളെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഞാനൊരു കാര്യം മനസ്സിൽ അറിയാതൊരു വിഷമം ചെറുതായിട്ട് സംഭവിച്ചോ? അതുണ്ട്, സത്യമാണ്. അതുകൊണ്ടുണ്ട്. ഞാൻ ആ ടർക്കി എടുത്ത് പുള്ളിയുടെ തോളത്തിടൂ, ഇട്ടിട്ട് ആ മൈക്ക് അവിടെ കൊടുക്കൂ. എന്നിട്ട് മുഖം തന്നെ അല്ല, ഈ പാട്ടിന് ഞങ്ങൾ അനൗൺസ് ചെയ്യും. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ലിച്ചി ഒരു കീരിയെ കൊണ്ട് ഡാൻസ് കളിക്കുന്നത്. വെറുതെ ഞാനൊരു തമാശക്ക് പറഞ്ഞത്, അപ്പോഴേക്കും ഇവിടെ മുടിയൊക്കെ സെറ്റാക്കി റെഡി. ആഗ്രഹം സാധിച്ചു കൊടുക്കാല്ലേ ബാലചേട്ടാ? ഇത് ആഗ്രഹമല്ല, ഇവന്റെ ഒരുമാതിരി ഒരു രോഗമാണത്. ഇവിടെ ആര് വന്നാലും അവന്റെ ഒരു ഇതാണ്. എന്റെ കൂളിംഗ് ഗ്ലാസ് വേണോ? എന്റേത് വേണോ? ഓ, ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ബാലചേട്ടന്റെ ഗ്ലാസ് ഇതാ. ബാലചേട്ടൻ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഊരി കൊടുക്കാണ്. എന്നിട്ട് തിരിച്ചു കൊടുക്കണം. കന്നഡയും തിരിച്ചു കൊടുക്കണം, ലിച്ചിയും തിരിച്ചു കൊടുക്കണം. ഒന്നും ഞാൻ തിരിച്ചു കൊടുക്കുന്നതല്ല, എങ്കിലും ഞാൻ തിരിച്ചു തരാം സാർ. ആ ബ്രാൻഡ് ഒന്ന് നോക്കിക്കോളൂ, ഏകദേശം വിലയൊന്ന് ഊഹിച്ചോളൂ. ബാലസാറിന്റെ ഇത് കണ്ണാടിയും വാങ്ങി വ്യാജ ഡിങ്കൻ ഇതാ ഡാൻസ് കളിക്കുന്നു. വ്യാജ ഡിങ്കൻ. ലക്ഷ്മി എന്റെ വിധിയാണ്. എല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും അല്ലേ? തങ്കച്ച ജട്ടി ഒരു പാന്റിന്റെ മുകളിൽ ഇടങ്ങി കറക്റ്റ് ഫിഗർ ആകും. തങ്കുവിന് ചേരുന്ന ഒരു പാട്ടാണ് നമ്മുടെ ടീം സെർച്ച് ചെയ്തിട്ടുള്ളത്. ലിച്ചി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തങ്കം എന്റെ ഗ്ലാസ് തിരിച്ചതാ.
സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്നൊക്കെ പറയുമ്പോ എന്ത് പറഞ്ഞാലും എന്റെ 10 ലക്ഷത്തിന്റെ ഗ്ലാസ് എന്ന് പറഞ്ഞു ഒരാളുടെ നെഞ്ചിലെ തീയായിരുന്നു. 10 ലക്ഷം രൂപ കണ്ണാടിയാണ്, ഇപ്പൊ അതിന്റെ വില 20 രൂപ. ഭയങ്കര ചതിയാണല്ലോ എന്റെ അടുത്ത് കാണിച്ചത്. തങ്കച്ച ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞേട്ടാ അടുത്ത് അമ്മ എനിക്ക് ഉമ്മ വേണോന്ന് അതിന്റെ ഇടയ്ക്ക് എന്നാടാ ഞാൻ പറഞ്ഞു. അല്ലല്ല വെയിറ്റ് ചെയ്യ് തങ്കു, വെയിറ്റ് ചെയ്യ്. അങ്ങനെ ചോദിച്ചോ ഇടയിൽ ഒരു ഉമ്മ വേണം ഉമ്മ കണ്ണാടി വേണം എന്നാ ഞാൻ പറഞ്ഞു. പുള്ളിക്കാരന് മനസ്സിലായില്ല ആരാണ് ബേബി, ആരാണ് ലിച്ചയാണ് ബേബി, അല്ല ചേട്ടനല്ല ബേബി. അതാണ് ഞങ്ങൾക്ക് ആരൊക്കെ ഫിഗർ ചെയ്യും. ഞാൻ മോനായിട്ട് അഭിനയിച്ചിട്ട് നോക്കുമ്പോ അത് അമ്മയാവുന്നില്ല. അപ്പൊ ഞാൻ ഇത് അമ്മയാണോ ഭർത്താവാണെന്ന് ഒരു പിടിയില്ല. നന്നായിട്ട് ബിഹേവ് ചെയ്തു കേട്ടോ, നന്നായിട്ട് ബിഹേവ് ചെയ്തു. ഡിങ്കോ ഡിങ്കന്റെ കാല് നോക്കണേ. സുരാണ്ണ പറയുമ്പോ എന്റെ ഒരു കാലവറേ. നേരെ ബാലചേട്ടനിലേക്ക് പോണേ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വാട്ടർ ഗെയിം? ரொம்ப ഷോക്കായിട്ട് വടിവേൽ പറയുന്നത് പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓൾ ടോട്ടൽ ഗെയിം? ഫാന്റാസ്റ്റിക്. ഇറ്റ് ഈസ് റാങ്. ക്ലൈമാക്ஸ்ல உனக்கு வச்சிருக்கேன். அப்படிலாம் சும்மா போயிட மாட்டேன். வெயிட்டிங். ചേട്ടാ പൊട്ടൻ എന്ന് പറഞ്ഞ ലോക പൊട്ടൻ. തങ്കച്ച ഉനക്ക് വച്ചിരിക്കേ. ഈ ഒരു ഗെയിം കഴിയുമ്പോ ബാലചേട്ടൻ എന്തോ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നില്ലേ തങ്കുവിന്? പാലച്ചാട്ടം മാത്രമല്ല, രണ്ടുപേരെ ഉന്നി വെച്ചേക്കോ അവനെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോ എല്ലാവരുടെ ആവശ്യത്തിന് ഒന്നൊന്നും കൊടുക്കാൻ നോക്കിയപ്പോ അവസാനം ഞാൻ ആലോചിച്ചു കണ്ണാടി മുൻപ് ഞാൻ ഏത് രീതിയിൽ നിൽക്കും. എല്ലാം കൊടുത്തു. നോബി ഇത് ആക്ച്വലി ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂ ആണ്. ബ്രാൻഡ് എന്ന് പറയാമോ? ബ്രാൻഡ് പേര് ബാല. ഓക്കെ, സ്വന്തമായിട്ട് ബ്രാൻഡ് ഒക്കെ ഉണ്ടല്ലേ? ഇതിന്റെ മുതലാളി പേര് നോബി. നോബി ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു നോബി പറഞ്ഞല്ലേ. ആര് കൊടുക്കാ എടുത്തോണ്ട് പോവുമല്ലേ, വലിയല്ലേ. ചേട്ടാ ഇക്കണക്കിന് പോയ മൂക്കലിന്റെ രാജ്യത്ത് തിലകൻ ചേട്ടൻ ഊരുപോലെ അണ്ടർവെയറിൽ പോകേണ്ടി വരും.